എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു മാനിക്വിൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും CPR എങ്ങനെയാണ് കൊടുക്കേണ്ടത്. നോക്കൂ, നമ്മളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്. നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്യുക. നിങ്ങളൊരു കല്യാണത്തിന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി കുഴഞ്ഞങ്ങ് വീഴുകയാണ്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ജീവൻ കൊടുക്കാൻ നിങ്ങൾക്ക് BLS അറിയെങ്കിൽ സാധ്യമാവും. പലർക്കും ഒരു വിചാരമുണ്ട്, മെഡിക്കൽ ആളുകൾക്ക് മാത്രം അറിയേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിക്കാർക്ക് മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്. അല്ല, നമ്മളിൽ ഓരോരുത്തർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് സംഭവിക്കുന്ന സമയത്ത് 99.99% അവിടെ ഒരു മെഡിക്കൽ ഡോക്ടറോ നഴ്സോ ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവാം, ഇല്ലെങ്കിലോ അധിക സമയവും സാധാരണ ജനങ്ങളാണ് ഇത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മളിൽ ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്. വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇന്ന് ഈ ഒരു മാനിക്വിനിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ആദ്യം അറിയേണ്ടത് ആർക്കാണ് CPR കൊടുക്കേണ്ടത് എന്നാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, തലചുറ്റി വീണ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയി കൊടുക്കേണ്ട ഒന്നാണ് CPR. അത് ഞാൻ പറയാൻ കാരണമുണ്ട്. ഇപ്പോ ഈ ജനുവരി 26-ന് 2026 ജനുവരി 26-ന് നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറ് തലചുറ്റി വീണു. അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ബോധം കെട്ടു വീണു. പലരും അതിന്റെ താഴെ, ആ ഒരു വീഡിയോന്റെ താഴെ എഴുതിയിരിക്കുന്നത് കണ്ടു, ഈ അവിടെ ഇത്രയും പോലീസുകാരുണ്ടായിരിക്കും, ആർക്കും CPR കൊടുക്കാൻ അറിയില്ലല്ലോ എന്ന്. അപ്പൊ പലരുടെയും വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ തലചുറ്റി വീണ് കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഒന്നാണ് CPR എന്നാണ്. അല്ല, CPR എന്നത് കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്നാണ്. അതിൽ തന്നെ കാർഡിയാക്, അതായത് ഹൃദയത്തിന് നമ്മൾ ഇതാണല്ലോ ഇങ്ങനെ കൊടുക്കുന്നതാണല്ലോ CPR, അതാണ് അതിന്റെ പ്രധാന ഭാഗവും. അപ്പൊ നമ്മൾ ഒരു കാർഡിയാക് അറസ്റ്റ് കേസിലാണ് CPR കൊടുക്കേണ്ടത്. അതായത് ഒരു ആള് തലചുറ്റി വീഴുന്നു, നിങ്ങൾ പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഹൃദയമിടിപ്പുമില്ല, ശ്വാസവുമില്ല. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഹൃദയമിടിപ്പില്ല, നോ പൾസ്, നോ ബ്രീത്തിങ്, ശ്വാസവും എടുക്കുന്നില്ല. ഈ രണ്ടവസ്ഥയിലും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ CPR തുടങ്ങേണ്ടത്. നിങ്ങൾ ഒരാൾ തലചുറ്റി വീണ ഉടൻ തന്നെ പോകുമ്പോൾ അദ്ദേഹം ശ്വാസം എടുക്കുന്നുണ്ട്, ഹൃദയമിടിപ്പിനും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ CPR കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. പക്ഷേ ശ്വാസവുമില്ല, ഹൃദയമിടിപ്പും ഇല്ലെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുക, CPR കൊടുക്കേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതൊരാളാണെന്ന് സങ്കല്പിക്കൂ. ഇദ്ദേഹം തലചുറ്റി വീണു, ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ, അല്ലെങ്കിൽ മേ ബി ഒരു 3-4 ആളുകൾ ഉണ്ടെന്ന് വെക്കുക. എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയാണോ തലചുറ്റി വീണത്, ചിലപ്പോൾ റോഡ് സൈഡിലായിരിക്കാം, റോഡിന്റെ നടുക്കായിരിക്കാം. അപ്പോൾ ഒരു അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ പേഷ്യന്റിനെ അല്ലെങ്കിൽ ആ മനുഷ്യനെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തുക എന്നതാണ്. കാര്യം നമുക്ക് CPR കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതി സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ആദ്യം അദ്ദേഹത്തിനെ മാറ്റിക്കിടത്തണം. ഇപ്പോൾ ഞാൻ ഒരാളെ തലചുറ്റി വീണ ആളെ നല്ലൊരു സ്ഥലത്തേക്ക്, സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക്, അടുത്ത് തന്നെ, അല്ലാതെ കുറെ ദൂരെയല്ല, അടുത്ത് തന്നെ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തി. എന്നിട്ട് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ 2 ചുമലിലും, ഇപ്പൊ ബോധമില്ലാതെ കിടക്കുകയാണ്, 2 ചുമലിലും അത്യാവശ്യം ശക്തിയായി തട്ടി, ഓക്കെ ആണോ ഇങ്ങനെ ഉറക്കെ ചോദിക്കണം. അതെന്തിനാണ്? അദ്ദേഹം നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ്. അപ്പോൾ 2 ചുമലിലും അത്യാവശ്യം നല്ല ശക്തിയോടുകൂടി തട്ടി, ഓക്കെ ആണോ, എന്താ പറ്റിയത് എന്ന് അദ്ദേഹത്തോട് ഉറക്കെ 2-3 തവണ ചോദിക്കുക. അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലെ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തനിച്ചാണ് എന്നുണ്ടെങ്കിൽ സഹായത്തിന് ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് എമർജൻസി ആംബുലൻസോ, നിങ്ങൾക്ക് അങ്ങനെ ആംബുലൻസിന്റെ എന്തെങ്കിലും വിളിക്കാനുള്ള നമ്പർ, എമർജൻസി നമ്പറുകൾ, അല്ലെങ്കിൽ പോലീസിന്റെ നമ്പർ, ഏതെങ്കിലും എമർജൻസി നമ്പറിൽ ഉടൻ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾ CPR തുടങ്ങുന്നതിന്റെ കൂടെ അദ്ദേഹത്തിന് ഒരു എമർജൻസി, പെട്ടെന്നൊരു ഹെൽപ്പ്, കാരണം 1-2 ആളുകൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എമർജൻസി ആയിട്ടുള്ള CPR ചെയ്യാൻ 2 പേരുടെ ആവശ്യമുള്ളൂ മിനിമം, അല്ലെങ്കിൽ ഒരാളായാലും മതി. പക്ഷേ ഇദ്ദേഹത്തിനെ പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ സംവിധാനത്തിലേക്ക് എത്തിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കോൾ ഫോർ ഹെൽപ്പ്. എന്താണ് ഒരു ഹെൽപ്പ്? അതൊരു ആശുപത്രി ആവാം, മെഡിക്കൽ ആംബുലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പോലീസ് ആയിരിക്കാം. ഒരു ഹെൽപ്പ് നിങ്ങൾ വിളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് ചെയ്യേണ്ട കാര്യം കേട്ടോ. നിങ്ങൾ തനിച്ചാണെങ്കിൽ നിങ്ങൾ ഇയാളെ ഇവിടെ ഇട്ട് ഓടിപ്പോവുകയല്ല വേണ്ടത്, ഇദ്ദേഹത്തിന് ഉടൻ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ടത്. കൂടെ ഒരാൾ ഉണ്ടെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു കോൾ ഫോർ ഹെൽപ്പ്. അടുത്ത് നമ്മൾ നോക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, പൾസും ബ്രീത്തിങ്ങും ഉണ്ടോ എന്ന് നോക്കുകയാണ് വേണ്ടത്. പൾസ് ഉണ്ടോ എന്ന് എങ്ങനെയാ നോക്കുക? ഇദ്ദേഹത്തിന്റെ നമുക്കിവിടെ കരോട്ടിഡ് പൾസേഷൻസ് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ മിടിപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന വലിയ ധമനികളുണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ വിരലുകൾ കൊണ്ട് സ്പർശിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഭാഗത്ത് ഹൃദയമിടിപ്പ്, അതായത് രക്തധമനികളിൽ പോകുന്നുണ്ടോ, ആ ഒരു മിടിപ്പുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ തൊട്ട് നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മിടിപ്പില്ല. നിങ്ങൾ നോക്കുമ്പോൾ
ശ്വാസോച്ഛ്വാസം എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ നെഞ്ചിങ്ങനെ ഉയരും താഴും ചെയ്യുമല്ലോ. ശ്വാസോച്ഛ്വാസം എടുക്കുന്നില്ല, മിടുപ്പുമില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ട് CPR കൊടുക്കുക? നോക്കൂ, 99% അഡൾട്ട്, അതായത് മുതിർന്ന ആളുകളുടെ ഇങ്ങനെ തലചുറ്റി വീഴുന്ന അതിന്റെ കാരണം എന്ന് പറയുന്നത് കാർഡിയക് അറസ്റ്റ് ആണ്. അതായത് ഇങ്ങനെ പെട്ടെന്ന് പൾസ് ഇല്ലാതെയാവാനും ബ്രീത്തിങ് നിർത്താനുള്ള കാരണം കാർഡിയക് അറസ്റ്റ് ആണ്. തലചുറ്റി വീഴുന്ന എല്ലാവരുടെയും ഏറ്റവും കോമൺ കാരണം കാർഡിയക് അറസ്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഏറ്റവും വലിയ കാരണം വാസോവാഗൽ സിൻകോപ്പാണ്, സാധാരണ രീതിയിലുള്ള തലചുറ്റി വീഴൽ. പക്ഷേ തലചുറ്റി വീണ, ബോധം കെട്ട് വീണ ഒരാൾക്ക് ഹൃദയമിടിപ്പും ബ്രീത്തിങ്ങും ഇല്ലെങ്കിൽ അതിന്റെ ഏറ്റവും കോമണസ്റ്റ് കാരണം കാർഡിയക് അറസ്റ്റ് ആണ്. അതായത് ഹൃദയം നിന്നു പോയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയത്തിനെ വീണ്ടും മിടിപ്പിക്കാനുള്ള കാർഡിയാക് ഈ പറയുന്ന സംഭവം CPR റിസസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹൃദയമിടിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഈ 2 കൈയും ഇത്തരത്തിൽ, ഇപ്പൊ ഞാൻ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആണ്, എനിക്ക് വലത് കൈക്കാണ്, ഞാൻ റൈറ്റ് ഹാൻഡഡ് ആണ്. അപ്പൊ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡഡ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. റൈറ്റ് ഹാൻഡഡ് ആയതുകൊണ്ട് ഇതാ ഈ ഒരു പാമ്പ് ഇദ്ദേഹത്തിന്റെ 2 നിപ്പിളിന്റെയും നടുക്കായിട്ട് നമ്മൾ ഇത് അമർത്തുക. ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് ഇങ്ങനെയൊന്നും ആയി പോകരുത് കേട്ടോ. ഇത് സ്ട്രെയിറ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ഷോൾഡർ, എൽബോ ഇത് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. എന്നിട്ട് നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് ഇതിനെ ഇങ്ങനെ നമ്മൾ മുഷ്ടി പിടിക്കില്ലേ, അതുപോലെ ഇത്തരത്തിൽ ഈ രീതിയിൽ പിടിക്കുക. ഇത് 2 നിപ്പിൾ ലൈനിന്റെ നടുക്കായിട്ട് ജസ്റ്റ് താഴെയായിട്ട്. ഓക്കെ, അതാണ് അതിന്റെ ആ ഒരു സ്ഥാനം. അപ്പോൾ ഇത് അധികവും ഞാനിപ്പോൾ ഒരു ടേബിളിന്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. അധികവും ഇത് നിലത്തൊക്കെ ആയിരിക്കും, നമുക്ക് നിലത്തായിരിക്കുമല്ലോ നമ്മൾ അധികവും ആള് വീണ് കിടക്കുമ്പോൾ ഉണ്ടാവുക. അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ, ഇതിന്റെ മുകളിൽ ഈ ഒരു പൊസിഷൻ ആയിരിക്കണം. നിങ്ങളിപ്പോൾ 2 കാലും ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം. പക്ഷേ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ 2 കൈകളും സ്ട്രെയിറ്റ് ലൈനിൽ വേണം വരാൻ. എന്നിട്ട് വേണം നിങ്ങളുടെ, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ പ്രഷർ, താഴേക്കുള്ള ത്രസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് കൊടുക്കുക? എത്ര തവണ കൊടുക്കണം? 30 തവണയാണ് കൊടുക്കേണ്ടത്. 30 തവണ നിങ്ങൾ കാർഡിയക് കംപ്രഷൻ കൊടുത്തതിന് ശേഷം 2 ബ്രത്ത് കൊടുക്കണം. ഓക്കെ, ഈ 2 ബ്രത്ത് എങ്ങനെയാ കൊടുക്കുക? നമ്മുടെ കയ്യിൽ വേറെ ഉപകരണങ്ങളൊന്നുമില്ല, മൗത്ത് ടു മൗത്ത് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. മൗത്ത് ടു മൗത്ത് ബ്രത്ത് എങ്ങനെയാ കൊടുക്കുക എന്നുള്ളത് ഇതിന് ശേഷം ഞാനൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് മൗത്ത് ടു മൗത്ത് ബ്രത്ത് കൊടുക്കുക എന്നുള്ളത് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് വെച്ചു. എങ്ങനെയാ പിന്നെ കൊടുക്കേണ്ടത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 30 തവണ കൊടുത്തതിന് ശേഷം മൗത്ത് ടു മൗത്ത്, അതായത് അദ്ദേഹത്തിന്റെ വായ, അത് ആ വീഡിയോ കൃത്യമായിട്ട് കാണുക. ഞാനിപ്പോൾ കറക്റ്റും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. 2 ഇവിടെ നല്ല സീല് വേണം. നമ്മുടെ മൗത്ത് നമ്മുടെ വായ അദ്ദേഹത്തിന്റെ വായുവുമായിട്ട് കറക്റ്റ് സീല് വേണം. കാരണം എങ്കിൽ മാത്രമേ വായയിലൂടെ നമുക്ക് ആ ശ്വാസം ഉള്ളിലേക്ക്, അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിലേക്ക് എത്തുകയുള്ളൂ. ഇത് മൂക്കടച്ചിട്ട് ഇങ്ങനെയാണ്, ഇത്തരത്തിലാണ് 2 റെസ്ക്യൂ ബ്രത്ത് എന്ന് പറയും. 30 തവണ കാർഡിയക് കംപ്രഷൻ കൊടുത്തതിന് ശേഷം 2 റെസ്ക്യൂ ബ്രത്ത് നിങ്ങൾ കൊടുക്കണം. എഗെയിൻ കണ്ടിന്യൂ ചെയ്യുക. 1 2. ഇനി ഞാൻ വേണമെങ്കിൽ അത് ഒരു നിലത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഒരു പേഷ്യന്റ് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇതാണല്ലോ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ. അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ ഇതേ രീതിയിൽ തന്നെ 2 കാല് കുത്തിയിരുന്ന് ഇത്തരത്തിൽ, ഇത് കുറച്ചും കൂടി ഈസിയാണ് കൊടുക്കാൻ, അവിടെ നമുക്ക് കൊടുക്കണേക്കാട്ടും. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 ഇത്തരത്തിൽ കൊടുത്ത് 2 റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്? ഇതിന് എന്തെങ്കിലും ചില ആളുകൾ ഇപ്പോൾ 1 2 3 4 5 6 ഇത് ശരിക്കുള്ള CPR അല്ല. ഒരേ താഴത്തേക്ക് 1 2 3 4 ഇതും തെറ്റാണ്. അപ്പോൾ 1 മിനിറ്റിൽ 100 മുതൽ 120 കംപ്രഷൻ എന്നുള്ളതാണ് കണക്ക്. 1 മിനിറ്റിൽ, അതായത് 60 സെക്കൻഡിൽ ഇങ്ങനെ 30 30 30 30 അങ്ങനെ 100 to 120 കംപ്രഷൻ. അപ്പോൾ അതാണ് ഏകദേശം ഒരു കണക്ക്. ഇനി എത്രത്തോളം താഴോട്ട് പോകണം? അതായത് ഇപ്പം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ താഴോട്ട് ഇത് താഴോട്ട് പോകുന്നില്ലേ? അപ്പോൾ അത് എത്ര വേണം? ആ ഡെപ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. നിങ്ങൾ അതിന് താഴെ ഇപ്പം ഇങ്ങനെ കൊടുത്തിട്ടും കാര്യമില്ല. ഒരുപാട് താഴേക്ക് അമർത്തിയാലും പ്രശ്നമാണ്. അത് വാരിയലൊക്കെ പൊട്ടാൻ ഇടവരുത്തും. അപ്പം അതുകൊണ്ട്
ഇത് 5 സെന്റിമീറ്റർ ആണ് ഇത് താഴേക്ക് ഡെപ്ത് പോവേണ്ടത്. ഇതിന്റെ വേഗത എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 100 മുതൽ 120 വരെ ആണ് ചെസ്റ്റ് കംപ്രഷൻ നമ്മൾ കൊടുക്കേണ്ടത്. 30 കംപ്രഷൻ കൊടുക്കുക, 2 റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക. 30 കംപ്രഷൻ കൊടുക്കുക, 2 റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക. ഇത് എത്ര നേരം വരെ കൊടുക്കണം? ഒന്നുകിൽ ഓരോ 2 മിനിറ്റിലും അദ്ദേഹത്തിന്റെ ബ്രീത്തിങ്ങും അതുപോലെ തന്നെ പൾസും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അയാൾക്ക് പൾസ് വന്നു, ബ്രീത്തിങ് അയാൾ ശ്വസിക്കാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ റിക്കവറി അദ്ദേഹത്തിന് ഒരു ഭാഗത്തേക്ക് ഇടതുവശത്തേക്ക് ചെരിച്ച് കിടത്തി നമുക്ക് ഒരു മെഡിക്കൽ ഹെൽപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതർവൈസ് ആ മെഡിക്കൽ ഹെൽപ്പ് വരുന്നത് വരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ഒരു ആംബുലൻസ് വരുന്നു, നഴ്സുമാരൊക്കെ വരുന്നു, അവരിത് ടേക്ക് ഓവർ ചെയ്യുന്നു, അതുവരെ നമ്മൾ ഈ പറയുന്ന 30:2 30 ചെസ്റ്റ് കംപ്രഷൻസ്, 2 റെസ്ക്യൂ ബ്രത്ത് ഇത് കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തനിച്ചാണെങ്കിലത്തെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ 2 പേരുണ്ടെന്ന് വെക്കുക, 2 പേരുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് മറ്റേ ആൾക്ക് ബ്രത്ത് വേണമെങ്കിൽ കൊടുക്കാം, 2 പേരുണ്ടെങ്കിൽ. അങ്ങനെ ഓരോ 2 മിനിറ്റിലും നിങ്ങൾക്ക് മാറി മാറി, അതായത് നിങ്ങൾ 2 മിനിറ്റോളം ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തു, ക്ഷീണിച്ചു, നിങ്ങൾക്ക് അതിനുശേഷം ആ ബ്രത്ത് കൊടുക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് വന്ന് ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക, ചെസ്റ്റ് കംപ്രഷൻ കൊടുത്ത ആൾക്ക് മാറി ബ്രത്ത് കൊടുക്കാം. അതായത് ആ 2 പേർ മാറി മാറി ഓരോ ഈ 2 മിനിറ്റിലും മാറി 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 നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് CPR. ഇത് നിങ്ങൾക്ക് ചുറ്റും ആര് ഇത്തരത്തിൽ ഒരു പെട്ടെന്ന് തലചുറ്റി വീഴുന്ന അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്ത് വീഴുന്ന ഒരു അവസ്ഥ, പക്ഷേ ഓർക്കുക, പൾസ് ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ ബ്രീത്തിങ് ഉണ്ടാവാൻ പാടില്ല. ഇത് രണ്ടും ഇല്ലെങ്കിലാണ് നിങ്ങൾ CPR തുടങ്ങേണ്ടത്. അല്ലാതെ തലചുറ്റി വീഴുന്ന എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു സംഭവമല്ല CPR കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കൽ കൂടി എല്ലാവരിലേക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മളിൽ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന ഒരു സംഭവമാണ് CPR. അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യണം കേട്ടോ.